ഡോക്ടർ അരുൺകുമാർ, ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. പരാതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇക്കുറിയും പരാതി വന്നിരിക്കുന്നത് 4:20 മൂന്നാം സ്ഥാനത്തെത്തിയ ഫൈനൽ മത്സരിക്കാൻ പോകുന്ന UBC കൈനകരിക്കാണ് അല്ലെ. വില്ലേജ് ബോർഡ് ക്ലബ് ഒരു പരാതി നൽകിയിരിക്കുന്നു. വിയ്യപുരം തുഴയുന്ന UBC കൈനകരി 35ഓളം മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികളെ തുഴച്ചിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി. തുഴയുന്നവരാണ് UBC ഫാൻസ്. കളിക്ക് മുമ്പേ തന്നെ 40ഓളം ഒരുപാട് പരാതികൾ എത്തിയിട്ടുണ്ട്. വില്ലേജ് ബോർഡ് ക്ലബ്ബ് മാത്രമല്ല, പുന്നമടയും പരാതി നൽകിയിട്ടുണ്ട്. 32-35 അന്യസംസ്ഥാന തൊഴിലാളികളെ തുഴയാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ റിക്സൺ ഉണ്ട്. റിക്സൺ കഴിഞ്ഞ തവണയും ഇങ്ങനെ ഒരു പരാതി വന്നതാണ്. ഇക്കുറിയും ഒരു പരാതി വരുന്നു. വിയ്യപുരത്തിനെതിരെയാണ് പരാതി. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പുന്നമട ഇങ്ങനെ ഒരു പരാതി നൽകിയതായി അറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? റിക്സൺ. ഡോക്ടർ അരുൺ, ഇപ്രാവശ്യം തുഴച്ചിൽക്കാരുടെ എണ്ണത്തിൽ, അന്യസംസ്ഥാന തുഴച്ചിൽക്കാരുടെ എണ്ണത്തിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം ബോട്ട് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതിയും നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കളക്ടർ നൽകിയ ഉറപ്പ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിരീക്ഷണ ക്യാമറകൾ ഉറപ്പാക്കി അന്യസംസ്ഥാന തുഴച്ചിലുകാരുടെ വീഡിയോ എടുക്കും എന്ന് അവർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പൊക്കെ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുന്നമട ബോട്ട് ക്ലബ്ബും അതുപോലെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബും UBC FC-ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. അവർ ഉയർത്തുന്ന ആക്ഷേപം 35-ൽ പരം അന്യസംസ്ഥാന തൊഴിലാളികൾ UBC FC-യിൽ തുഴഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. നിരീക്ഷണ ക്യാമറകൾ അവിടെ പ്രവർത്തിപ്പിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ വള്ളത്തിൽ കയറുന്ന 80 തുഴച്ചിൽക്കാരാണെങ്കിൽ അല്ലെങ്കിൽ 85 തുഴച്ചിൽക്കാരാണെങ്കിൽ ആ തുഴച്ചിൽക്കാരുടെ 25% മാത്രമേ അന്യസംസ്ഥാന തുഴച്ചിൽക്കാരെ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ നിയമവും നിബന്ധനകളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് UBC FC കൂടുതൽ അന്യസംസ്ഥാന തുഴച്ചിൽക്കാരെ വള്ളത്തിൽ കയറ്റിയതായിട്ടാണ് ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ജില്ലാ കളക്ടർ കൂടുതൽ പാടില്ല എന്ന മാനദണ്ഡമുണ്ടെങ്കിൽ ആരൊക്കെ തുഴയുന്നു എന്ന് നീറ്റിലിറങ്ങുന്നതിന് മുമ്പ് പരിശോധിക്കില്ലേ? ശരിക്കും മാധു, കഴിഞ്ഞ വർഷം വരെ അത്തരത്തിലൊരു സംവിധാനം നിലവിലില്ലായിരുന്നു. ഈ വർഷം പരാതികളുടെ പ്രളയം ഉണ്ടായതിനു ശേഷമാണ് ജില്ലാ കളക്ടർ നിരീക്ഷണ ക്യാമറകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും ഇത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. കളക്ടർ ബോട്ട് ക്ലബ്ബുകൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ വർഷം മത്സരം നടക്കുകയാണെങ്കിൽ നിരീക്ഷണ ക്യാമറകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉറപ്പുവരുത്തുമെന്ന് കളക്ടറിന്റെ ഉറപ്പും ഇപ്പോൾ പാഴ്വാക്കായിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായില്ല എന്നാണ് ബോട്ട് ക്ലബ്ബുകൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഓക്കെ, മനീഷ് മഹിപാൽ കൂടി നമുക്കിപ്പം ഇപ്പോൾ ചേരും. കാര്യക്ഷമമായ പരിശോധന ഉണ്ടാകുമെന്നായിരുന്നു NTBRന്റെ തീരുമാനം. എന്നാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പരിശോധന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുന്നമട ബോട്ട് ക്ലബ്ബും അതേപോലെ വില്ലേജ് ബോട്ട് ക്ലബ്ബും കൊടുത്തിരിക്കുന്ന പരാതി. UBC കൈനകരിക്കെതിരെയാണ് പരാതി. വിയ്യപുരം ചുണ്ടൻ ഫൈനൽ എത്തിയിട്ടുണ്ട്. 4.20 മിനിറ്റുകൾക്കാണ് ഹീറ്റ്സിലെത്തിയത്. ഇപ്പോൾ പരാതിയുടെ ദൃശ്യങ്ങളാണ് രണ്ട് ക്ലബ്ബുകളും കൊടുത്ത പരാതി പ്രേക്ഷകർക്ക് കാണാം. പുന്നമട ബോട്ട് ക്ലബ്ബ് കൊടുത്ത പരാതിയും പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൊടുത്ത പരാതിയും പ്രേക്ഷകർക്ക് കാണാം. വിയ്യപുരം 4.20 തുടങ്ങിയെത്തിയത്. മനീഷ് മഹിപാൽ കൂടി നമുക്കൊപ്പം ചേരും എന്നാണ് ഞാൻ കരുതുന്നത്. മനീഷ് മഹിപാൽ, ഇനിയിപ്പോൾ എന്താണ് സാധ്യതയുള്ളത്? ഫൈനൽ മത്സരത്തിൽ ട്രാക്ക് നിശ്ചയിച്ചു കഴിഞ്ഞു. രണ്ടാം ട്രാക്കിലാണ് ഇപ്പോൾ പരാതിക്ക് കാരണക്കാരായിട്ടുള്ള വിയ്യപുരം ചുണ്ടൻ തുഴയാൻ പോകുന്നത്. അവർ അല്പസമയത്തിനുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങും. ഇനിയൊരു മാറ്റം സാധ്യമാണോ? ഈ പരാതി NTBR ഇനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഫൈനൽ മത്സരത്തിന് മുമ്പ് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അരുൺകുമാർ, ഇനിയൊരു മാറ്റം അസാധ്യമാണ്. കാരണം മത്സരം തുടങ്ങുന്നതിന് നേരത്തെ മിനിറ്റുകൾക്ക് മുൻപേ മാത്രം നടത്തുന്ന ഒരു പരിശോധനയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആളുകളെ നിർത്തി അവരുടെ ID കാർഡ് വാങ്ങി അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം 25%-ലധികം ഇതര സംസ്ഥാന തുഴച്ചിലുകാർ, അതായത് BSF അടക്കമുള്ള കേന്ദ്ര ഫോഴ്സുകളിൽ ജോലി ചെയ്യുന്ന കയാക്കിംഗ് അടക്കമുള്ളവരിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലായ തുഴച്ചിലുകാർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മിനിറ്റുകൾക്ക് മുൻപാണ്. കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപത്തെ വർഷവും സമാനമായ രീതിയിൽ പരാതി വന്നു. പക്ഷേ പരാതി ഉയർന്ന ഘട്ടം ഫൈനലിന് തൊട്ടു മുൻപ് ഇങ്ങനെ പരാതി വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കൃത്യമായ സമയത്ത് ഫൈനൽ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. ഇപ്പോഴിതാ 5:22 സമയമായിരിക്കുന്നു. ഏകദേശം 5:45 മുൻപ് തന്നെ ഫൈനൽ മത്സരം നടക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ ഇനിയൊരു പരിശോധന അസാധ്യമാണ്, അതായത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ 3-ാം സ്ഥാനം, അതായത് നിലവിൽ സമയത്തിന്റെ പേരിൽ ഏകദേശം 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ നിൽക്കുന്നവരെയാണ്
UBC കൈനകരി തുഴഞ്ഞ വിയ്യപുരം കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തെത്തിയ ചുണ്ടനാണ്. പക്ഷേ ഈ UBCയുടെ ഫാൻസ് ഇത്തവണ 25% തൊഴിലാളികൾ ഉണ്ട് എന്ന വാദവുമായി എത്തിയിരിക്കുന്നത് 3 ക്ലബ്ബുകളാണ്. ഒന്ന് പുന്നമട, മറ്റൊന്ന് പള്ളാത്തുരുത്തി, മറ്റൊന്ന് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. അങ്ങനെ വില്ലേജ് ബോട്ട് ക്ലബ്ബിനായ തലവടി ചുണ്ടനെ മറികടന്നുകൊണ്ട്, അതായത് തലവടി ചുണ്ടൻ 9ാം സ്ഥാനത്തേക്ക് മറികടന്നുകൊണ്ട് ഏകദേശം 3ാം സ്ഥാനത്തേക്കോ 4ാം സ്ഥാനത്തേക്കോ എത്തിയിരിക്കുന്ന UBC ഫാൻസ് അവർ തുഴഞ്ഞത് യഥാർത്ഥത്തിലെ മലയാളി, അതായത് കേരളത്തിലെ തൊഴിലുകാരുകൊണ്ടല്ല, പ്രൊഫഷണലായ വർഷങ്ങളായി ഇവിടെ പരിചയം. അത് ചട്ടവിരുദ്ധമാണ്. അതായത് നമ്മൾ റിപ്പോർട്ടറാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടതും അതിന്റെ ഇമ്പാക്ട് എന്ന രീതിയിൽ ജില്ലാ കളക്ടർ പ്രതികരണം നടത്തിയതും NT ബിരദൻ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയിൽ അതിന്റെ തീരുമാനമായത്, അതായത് കൃത്യമായ പരിശോധന നടത്തി ഇതിൽ 25%-ലധികം ഇതര സംസ്ഥാന തുഴച്ചിലുകാരില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആദ്യ മത്സരം, അതായത് പ്രാഥമിക പ്രിലിമിനറി മത്സരത്തിൽ പോലും പങ്കെടുപ്പിക്കില്ല എന്ന വാക്ക് പറഞ്ഞ ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടായിരിക്കുന്നത് വലിയ വീഴ്ചയാണ്. കാരണം ഇത്തവണ അത്തരത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പേരിന് പോലും പരിശോധന ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം ഈ പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ദൃശ്യങ്ങളും ഒപ്പം തന്നെ അവരുടെ ID കാർഡ്, ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങളാണ്. ശരി മനീഷ് മഹിപാൽ, വീണ്ടും ഒരു പരാതി വന്നിട്ടുണ്ട്. UBC കൈനകരിക്കെതിരെയാണ്, വിയ്യപുരം ചുണ്ടൻ തുഴയുന്ന UBC കൈനകരിക്കെതിരെയാണ്. അന്തർ സംസ്ഥാന തൊഴിലാളികളിൽ 32 പേരെയോളം ഈ തുഴച്ചിലുകാരായിട്ട് എടുത്തു എന്നുള്ളതാണ്. പലരും പ്രൊഫഷണലുകളാണ് എന്നതും പറയുന്നു. നിലവിൽ പ്രൊഫഷണലുകൾ 25 പേരിൽ കൂടുതൽ, 20% കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആകെ 70 പേര് 80 പേരൊക്കെയാണ് സാധാരണ ചുണ്ടൻ വള്ളങ്ങളിൽ തുഴയാൻ വരുന്നത്. അവരിൽ 25% എന്ന് പറയുമ്പോൾ അത് 20 പേരിൽ താഴെ നിൽക്കേണ്ടതാണ്. പക്ഷേ ഇത് നാടിന്റെ ആഘോഷമാണ്. അവിടെ ഉള്ളവരുടെ രീതിക്കും ചിട്ടയ്ക്കും അവരുടെ സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ച് നിൽക്കുന്ന ഇടങ്ങളിൽ പുറത്തുനിന്ന് പ്രൊഫഷണലുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ട്രോഫി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും ഈ പരാതി വരും. പക്ഷേ അപ്പോഴൊക്കെ അവർ പരിശോധിക്കും. പക്ഷേ ഇനിയുള്ള പരിശോധിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. ഫൈനൽ മത്സരത്തിന്റെ 2ാമത്തെ ട്രാക്കിൽ മത്സരിക്കാൻ പോകുന്ന വിയ്യപുരത്തിനെതിരെയാണ് ഇപ്പോൾ 2 ക്ലബ്ബുകൾ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുത്തിരിക്കുന്ന ഒരു ക്ലബ്ബ് പുന്നമടയാണ്. പുന്നമട കഴിഞ്ഞ തവണ 2ാമത്തെ ഏറ്റവും മികച്ച സ്ഥാനം കുറിച്ചു വന്ന ടീമുമാണ്. പക്ഷേ ഈ വിയ്യപുരം ഇത്രയും പേരെ കൊണ്ടുവന്നിട്ടും അവർക്ക് മൂന്നാമത് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോ കളക്ടർ ഒരു പരിശോധന നടത്തുമോ എന്നുള്ള കാര്യം ഇപ്പോൾ മനീഷ് പറയുന്നത് സാധ്യത കുറവാണ് എന്നാണ്.